ഹലോ ഗൈസ്, നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ആരെ കൂടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നെപ്പോളിയൻ്റെ കൂടെയാണ്. നമ്മുടെ വണ്ടി സീനാണ്, കാണുന്ന പോലെയൊന്നുമല്ല, അടിപൊളി സാധനമാണ്. അങ്ങനെ ഒരു ദിവസം ഈ വണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ നമ്മൾ വാങ്ങിയതൊന്നുമല്ല, അപ്പോൾ ചേട്ടന്മാർ തന്നെയാണ്, അവരെവിടെയോ പോവുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഓട്ടം ഉണ്ട്, ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊരു സ്കൂൾ ട്രിപ്പാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ വണ്ടിയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. സീന് വണ്ടിയാണ്. ബേക്കിൽ അവരെ ഇൻസ്റ്റൻ്റ് ഐഡിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഈബിൾ ജെറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വണ്ടീൻ്റെ പേരെന്ന് പറഞ്ഞാൽ നെപ്പോളിയനാണ്. അപ്പോൾ അതൊരു സെഡ് കാപ്പലെ പോലൊരു മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്കൂൾ ട്രിപ്പ് എന്ന് പറയുന്നത് കുറേ പേരൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു ക്ലാസ്, ഒരു ക്ലാസ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു ടീച്ചർ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ ഇതാണ്ടോ, നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ക്യാമറയുണ്ട്. അത് നമ്മുടെ ചേട്ടന്മാർ ഫിറ്റ് ചെയ്തതാന്ന് തോന്നുന്നു. ഈ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് അവർ ഫിറ്റ് ചെയ്തതായിരിക്കും. പിന്നെ ഗോപ്രാണ്, നമുക്കത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊരു വ്ളോഗ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ എടുക്കുന്ന വ്ളോഗ് ഞാൻ അതിലാണിപ്പോൾ, ഗോപ്രോയിലാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ ഉണ്ടോ, ഗ്ലാസ്സിലായിട്ടൊരു മൈക്കും പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ റോട്ടിലേക്ക് അങ്ങ് കയറാം. ഇപ്പോൾ സിഗ്നൽ റെഡാണ് കാണിച്ചത്, ഇപ്പോൾ പോകാനൊന്നും പാടില്ല. പക്ഷെ നമുക്ക് അങ്ങനെ സീനൊന്നുമില്ല, നമ്മൾ നേരെ അങ്ങ് വെച്ച് കാച്ചു തന്നെ. അങ്ങനെ നമ്മൾ പോവാണ്. ഇതെന്താ സ്കൂട്ടിക്കാരാ ചെയ്യുന്നത്? അല്ല, ഫ്രണ്ടിലേക്ക് വരുന്നത് നമ്മളെ ബസ് വരുന്ന കണ്ടില്ല എന്ന് തോന്നി ചെങ്ങായി. അല്ല, പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ട്രിപ്പ് എടുക്കാൻ നമ്മുടെ ജയഗുരും സ്പടികൊക്കെ മതിയായിരുന്നു. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഈ നെപ്പോളിയൻ തന്നെ എടുത്തത്. കൊള്ളുമെന്നൊന്നും അറിയില്ല, ചില കുട്ടികളൊക്കെ ടീച്ചർമാരെ മടിയിലിരിക്കേണ്ടി വരും. പിന്നെ ഇരിക്കുന്നവരിക്കട്ടെ, പിന്നെ ഇരിക്കാൻ സീറ്റ് ഇട്ടില്ലെങ്കിൽ നിലത്തിരിക്കട്ടെ, വണ്ടിയിൽ നിലത്തിരിക്കട്ടെ, ഫ്ലോറിലിരിക്കട്ടെ. അപ്പോൾ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണ്. ടീച്ചർമാർ കുറേ ഉണ്ടല്ലോ, എങ്ങനെ കയറുകയാവോ. അങ്ങനെ നമ്മൾ ഡോറൊക്കെ തുറന്നു കൊടുക്കട്ടെ. പോയിട്ട് ലഗേജൊക്കെ വെക്കാൻ ഇത് തുറന്നിട്ടുണ്ട്, ഡിക്കിയൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ കയറുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഇവർ കോളേജ്. ഇവർ വലിയ ബാഗൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ തിരിച്ച് വരുന്നത് ചിലപ്പോൾ നമ്മുടെ ബസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബസ്സിലൊക്കെ ആയിരിക്കും തിരിച്ച് വരൽ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ കൂടെ നമുക്ക് AC ഇല്ല, AC ലീവാണ്. എന്താണെന്ന് അറിയില്ല. അവൻ ഇനി മുതൽ പണിക്ക് വരുമോയെന്നും അറിയില്ല. അന്നത്തെ വ്ളോഗിന് ശേഷം അവനൊരു എന്തൊരു ഭയമായി ഗൈസ്. ഇനി വരുമോയെന്നൊന്നും അറിയില്ല, ഞാൻ വിളിച്ചു നോക്കാം. ഒരു വ്ളോഗ് എടുത്തതിന് ശേഷം നമ്മൾ വിളിച്ചു നോക്കാം അവനെ. എന്നിട്ട് എങ്ങനെയാണോ വരുമോയെന്നും അറിയില്ല. ഇപ്പോഴത്തെ വീഡിയോയിൽ വരുന്ന ഉറപ്പില്ല. എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ വന്നാൽ മതി. അതല്ല നിങ്ങൾക്ക് ഇഷ്ടം. നമ്മൾ നേരെ അങ്ങ് പോവാണ്. കുട്ടികളൊക്കെ ഹാപ്പിയാണെന്ന് തോന്നി. ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും പുതിയ ഇതൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ നേരെ അങ്ങ് പോവാണ്. ഓവർടേക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിൽ ഫാനൊക്കെ ഉണ്ട്. ഫാനൊക്കെ ഇടാൻ പറ്റില്ല, എന്താ അറിയില്ല. ഫാൻ അടിച്ചു പോയെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്, ഇടിമണ്ണിൽ അടിച്ചപ്പോൾ. നമ്മളങ്ങനെ പോവാണ്. നമ്മൾ നേരെ പോകുന്നത്, ഇതിപ്പോൾ വയനാടാണല്ലോ, വയനാട്ടിലെ ഏതൊരു കാരാപ്പുഴയോ അവിടെ എന്തോ ഡാമുണ്ട്. അപ്പോൾ അവിടേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. 1 ഡേ ട്രിപ്പാണ്. എന്നാലും വലിയ തിരക്കില്ല, ഒച്ചപ്പാടൊന്നുമില്ല. നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഗുമ്മ് പാട്ട്. ടീച്ചർമാരൊക്കെ തുള്ളി കളിക്കുന്നുണ്ട് തോന്നുന്നു. നമ്മൾ ഒരു വണ്ടിക്ക് ഒരു മൈക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ വണ്ടീൻ്റെ ഓണർമാരായ ചേട്ടന്മാരുടെ മൈക്കാണ്. അത് വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്, ടീച്ചർമാരും സാർമാരും. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ക്യാബിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു സീനും ഇല്ല. അപ്പോൾ ഒരാളെ അടുത്ത് സംസാരിക്കും പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ ഒരു ഹൈവേ പോലത്തെ ഒരു വഴിയാണ് പോകുന്നത്. എനിക്ക് ഹൈവേ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഹൈ റേഞ്ച് റോഡൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ ചുരം അങ്ങനത്തെയൊക്കെ ചെറിയ ഓഫ് റോഡൊക്കെ പോലെ ഹൈ റേഞ്ച്. നിങ്ങൾക്ക് എങ്ങനത്തെ വഴിയാണ് ഇഷ്ടം? എനിക്ക് ഹൈവേ ഇഷ്ടമല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനത്തെ വണ്ടിയാണ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. അപ്പോൾ നമ്മൾ ഹൈവേ ഇത് കഴിയുന്നില്ലേ, ഇതന്നെ കുറേ നേരം ഈ റോഡ് തന്നെ പിടിക്കാൻ തുടങ്ങിയിട്ട്.
പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഇതിലത്തെ നമ്മളെ ഈ ഗെയിമിലത്തെ നിങ്ങൾക്ക് അറിയുന്ന നല്ല ഹൈ റേഞ്ച് വഴികളുണ്ടെങ്കിൽ റോഡുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്ക് നല്ല വഴികളുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു ബസ് ഏതൊരു സ്ലീപ്പർ ബസ്സായിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ നല്ല അരിച്ചരിച്ചാണ് പോകുന്നത്. ഇപ്പുറത്തൊരു ഇന്നോവ ക്രിസ്റ്റയുണ്ട്. അവരാണെങ്കിൽ മാറി തരുന്നില്ല. എത്ര നേരമായെന്നറിയോ ഹോൺ അടിച്ചിട്ട്. ഒന്നാമത് ഈ ഹൈവേ കൂടെ എന്തായാലും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് 2 വേ ആണ്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. ഇത് ബ്ലോക്ക് വന്നാലാണ് പെട്ടു പോകുന്നത്. പിന്നെ നമുക്ക് ഹൈ റേഞ്ച് ആയിട്ട് നമുക്ക് ഓവർടേക്കൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ AC-നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഇവരാണെങ്കിൽ മാറുന്നില്ല ഗായ്സ്. എന്തായാലും ഇവർ ഇടിച്ച് തെറിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിയിലുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവും. നമ്മളൊന്ന് ട്രിപ്പ് കൊളാവും. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ പോവാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കിട്ടോ. അപ്പോൾ ഇവിടെ എന്തോ സിഗ്നലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് 2 മിനിറ്റ് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബസ് ഇതാണ്. നമ്മുടെ സൈഡിൽ ദ ബസ് ലൈഫ് ഇൻ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ ബസ്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ ബസ്സിൻ്റെ ഓണറുകാരെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈബിൾ ജെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് വണ്ടി പോകുന്നില്ലല്ലോ. ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഗ്രീൻ സിഗ്നൽ കത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ പോവാണ്. കുറേ നേരം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ പോവാണ്. തിരിഞ്ഞു പോകേണ്ടത് നമുക്ക് കിട്ടിയ ഗൂഗിൾ മാപ്പ് ഒരു തെറ്റിയതാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളിങ്ങനെ നേരെ പോവാണ്. എന്നാൽ 2 സ്ലീപ്പർ ബസ്സുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത്. ഇവരാണെങ്കിൽ എത്ര മാറാൻ പറഞ്ഞിട്ട് ഇവർ മാറുന്നേ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും. നമ്മൾ വളഞ്ഞു കൊണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. ഒരു നേരെ തന്നെ സ്ട്രെയിറ്റ് ആണ്. ഇവർ പോകുന്നില്ല. ചെറുതായിട്ട് ആ വണ്ടിയിലൊന്നും മുട്ടിയിട്ടുണ്ട്. അവരെന്തായാലും ഇനി മാറില്ല എന്ന് ഉറപ്പാണ്. അതാണ് ഗൈസ് ഈ ഗെയിമിലത്തെ ഒരു പ്രത്യേകത. വണ്ടി കൊണ്ട് ഇടിച്ചാൽ അവർ മാറി തരില്ല. അവിടെ തന്നെ നിന്നോളും. അങ്ങനെ ഈ ഫ്രണ്ടിലുള്ള ഒരു ബസ് മാറിയാൽ നമുക്ക് വേഗം തന്നെ പോവാം. നമ്മുടെ വണ്ടി കണ്ടാൽ തന്നെ ലുക്കാണ്. നമ്മുടെ വണ്ടിക്ക് അധികം പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബസ്സുകാരൻ അവിടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോവാണ്. നമ്മൾ സ്ട്രെയിറ്റ് പിടിക്കുകയാണ്. നേരെ സ്ട്രെയിറ്റ് പോവാം. അയാൾ അപ്പുറത്ത് കൂടെ പോകുന്നത്, നമ്മൾ ഇപ്പുറത്ത് കൂടെ പോകുന്നത്. റേസ് പിടിക്കണമെന്നുണ്ട്. നമ്മളെന്തായാലും ജയിക്കും. അയാളൊക്കെ പൊട്ടിയിരിക്കും. അല്ലാണ്ട് അങ്ങനെ നമ്മൾ നേരെ അങ്ങ് വെച്ച് കാച്ചി തന്നെയാണ്. പിന്നെ കുറേ നേരം ഇതന്നെ ഹൈവേൻ്റെ സ്ഥിതി. ഇത് കുറേ നേരം ഈ ബസ്സിലുള്ള യാത്രക്കാർ കുറേ നേരമായി ഉറക്കം തൂങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ പാട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. പാട്ടൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അവരെന്നെ ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് അവർ ഓണാക്കി, അവരുടെ മൊബൈൽ ടീച്ചർമാരൊക്കെ. എന്നിട്ട് അങ്ങനെ പാട്ടൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോവാണ് കേട്ടോ. നമ്മളങ്ങനെ സ്ഥലം എത്തിയിട്ടില്ല. കുറച്ചും കൂടെ പോകണം. ഗൂഗിൾ മാപ്പിൽ കുറേ ഉണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് സീനൊന്നുമില്ല. പെറ്റി വരാണെങ്കിൽ പെറ്റി വരട്ടെ. പെറ്റി വരുമ്പോൾ ചേട്ടന്മാരെല്ലാം പോവുക അക്കൗണ്ടിലേക്ക്. ഇപ്പോൾ കുറച്ച് പൈസ കൊടുക്കുക അവർക്ക്. പെറ്റി എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട്. MVD ഒക്കെ ആയിട്ടുണ്ടാവില്ല. നമ്മുടെ ഇതായിരുന്നില്ല ഇവരെ ആദ്യത്തെ വണ്ടി ചേട്ടന്മാരെ. ആദ്യം ഒരു ഓമിനി ആയിരുന്നു, ഈബിൾ ജെറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്ന് മാറിയിട്ടാണ് ഒരു ട്രാവലറായത്. അത് ഈബിൾ ജെറ്റ്. പിന്നെയാണ് ഈ വണ്ടിയായത്. ഇതിന് ശേഷം വേറെ ഏതോ വണ്ടിയായെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ തിരിഞ്ഞു കൊണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. വീണ്ടും ഇടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ വേറൊരു വണ്ടിയായിട്ട്. അത് സീനില്ലാതെ നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. നമ്മൾ ശരിക്കും ഇൻഡിക്കേറ്ററിട്ടാണ് നമ്മൾ പോയത്. ഇയാൾ കണ്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് സീനൊന്നുമില്ല. ഇയാളെ ഭാഗത്തല്ലേ തെറ്റുള്ളത്. അപ്പം നമുക്ക് സീനില്ല. നേരെ അങ്ങ് പോവാണ്. നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഒരു സ്ഥലം. ഇവിടെ എന്താ കാരാപ്പുഴ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ പേരാണ് കാരാപ്പുഴ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ പേ പാർക്കിംഗ് ടീച്ചർമാർ കൊടുത്തത്. നമ്മളവിടെ കുട്ടികളവിടെ ഇറക്കണം എന്നാണ് നമ്മുടെ ജോലി. അപ്പോൾ നമുക്ക് ഇറക്കിയിട്ടങ്ങ് പോവുക. ഇവർ തിരിച്ചു വരുന്നത് വേറൊരു ടൂറിസ്റ്റ് ബസ്സിലാണെന്ന് പറഞ്ഞ് കയറുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇറക്കാം ഇവരെ.
അങ്ങനെ ഇവരെ ഇറക്കുകയാണ്. കയറിയ പോലെ തന്നെ ലഗേജൊക്കെ ഇറക്കുകയാണ് ഇവർ. ഇതാണ്ടോ നമ്മുടെ ബസ് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ അല്ല, നമ്മുടെ ചേട്ടന്മാരെ, ലിബിനും എബിനും ചേട്ടന്മാരാണ്. അങ്ങനെ ഇവരെ ഇറക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവരെ ഇറക്കുകയാണ്. ഇവർ നേരെ ഇറങ്ങി പോകുന്നത് ഡാമിലേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അപ്പോൾ നമ്മുടെ ബേക്കിൽ ഇതാ നെപ്പോളിയൻ കിടക്കുന്നുണ്ട്. അത്ര ചെളിയൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പം തന്നെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.